കേരളം പോലെ തന്നെയാണ് ഇപ്പോൾ തെലുങ്കാനയും. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു നിൽക്കുന്നു. ഇവിടുത്തെ പോലെ തന്നെയാണ് അവിടെയും ആഘോഷം കോൺഗ്രസിൻ്റെ തന്നെയാണ്. അതിശക്തമായ വിജയമാണ് നേടിയിരിക്കുന്നതും. പ്രഖ്യാപിച്ച ഫലങ്ങളനുസരിച്ച് വൻ ലീഡ് തന്നെയാണ് നേടിയത്. തെലുങ്കാന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ കോൺഗ്രസിന് ഉജ്ജ്വല വിജയം ലഭിച്ചതോടെ പരമ്പരാഗതമായ അടിവേരുള്ള BRSും നവാഗതരായ BJPയും ഒക്കെ തകർന്നടിഞ്ഞ നിലയിലുമാണ്. അതായത് സംസ്ഥാനത്തെ സർപഞ്ച് അഥവാ ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷ പദവികളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 66% സീറ്റുകളും കോൺഗ്രസ്സാണ് നേടിയത്. ആകെയുള്ള 12,702 ഗ്രാമപഞ്ചായത്തുകളിൽ കോൺഗ്രസിന് 7,527 ഇടത്ത് അനായാസം വിജയം നേടാനായി. അതുപോലെ 808 ഗ്രാമങ്ങളിൽ സർപഞ്ചുകളായി തിരഞ്ഞെടുക്കപ്പെട്ടതും കോൺഗ്രസിൻ്റെ വിമതരുമാണ്. എന്നാൽ BRS BJP പാർട്ടികൾക്ക് ചേർന്ന് വെറും 33%, ഇടതു പാർട്ടികൾക്ക് 1% മാത്രം സീറ്റുകളിലാണ് വിജയിക്കാനായത്. BRS 3,520 സീറ്റുകളിലും BJP 703 സീറ്റുകളിലും വിജയിച്ചു. അപ്പോൾ തന്നെ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ മണ്ഡലം തിരിച്ചുള്ള വോട്ട് കണക്കുകൾ പുറത്തു വന്നതോടെ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിലെ വോട്ട് കണക്ക് പ്രകാരം കോൺഗ്രസ് ആ സംസ്ഥാനത്ത് ഇപ്പോൾ 87 നിയമസഭാ മണ്ഡലങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി വെളിപ്പെടുത്തിയത്. എന്നാൽ ഭാരത് രാഷ്ട്ര സമിതി 6 ഇടത്തും BJP വെറും 1 ഇടത്തും മാത്രമാണ് മുന്നിട്ട് നിൽക്കുന്നത്. ആകെയുള്ള 119 നിയമസഭാ മണ്ഡലങ്ങളിൽ 94 നിയമസഭാ മണ്ഡലങ്ങളുടെ പരിധിയിലാണ് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നത്. ബാക്കിയെല്ലാം കോർപ്പറേഷനുകളും ഒക്കെയായി തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. അതായത് കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 119 സീറ്റുകളിൽ 64 സീറ്റുകൾ നേടിയാണ് കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നത് എങ്കിൽ ഇപ്പോൾ അത് 100 കടന്ന് മുകളിലോട്ട് പോകുമെന്ന് ഉറപ്പാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ 87 സീറ്റുകൾ നേടിക്കഴിഞ്ഞു കോൺഗ്രസ്. അത് ആ സർക്കാരിനുള്ള അംഗീകാരമാണ് തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത് എന്നാണ് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പറഞ്ഞു വച്ചത്.